പോസ്റ്റ് കാണാൻ ICG 2024 റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത് 320 വേക്കൻസികളാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് GD യാന്ത്രിക് 02/25 എന്നാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോസസ്സ് 3 ജൂൺ മുതൽ 2024 മുതൽ 3 ജൂലൈ 2024 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് പോസ്റ്റ് വൈസ് ആയിരിക്കും. സാലറി ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒഫീഷ്യൽ വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് .cdac.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത് 10 ജൂണിനാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 3 ജൂൺ മുതൽ 3 ജൂലൈ വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് ഈ എന്തെങ്കിലും ഒരു കറക്ഷൻ ഈ ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ 3 ജൂലൈ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൻ്റെ എക്സാം പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ 2024 വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസായിട്ട് ജനറൽ കാൻഡിഡേറ്റ്സിന് 300 രൂപയും OBC ഓർ EWS കാൻഡിഡേറ്റ്സിന് 300 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 0 ആണ്. ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല SC/ST കാൻഡിഡേറ്റ്സിന്. പേയ്മെൻറ്റ് ഓൺലൈനിൽ നെറ്റ് ബാങ്കിങ് ആയോ ഡെബിറ്റ് കാർഡായോ ക്രെഡിറ്റ് കാർഡായോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെ ആയിരിക്കും. ഏജ് റിലാക്സേഷൻ ആസ് പെർ അതോറിറ്റി റൂൾസ് പ്രകാരമാണ്. നിങ്ങൾക്കുള്ള ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ICG നാവിക് ജനറൽ ഡ്യൂട്ടി GDക്ക് 260 വേക്കൻസികളാണ്. അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ് പാസും 12ാം ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സ് മാത്തമാറ്റിക്സ് എന്നിവ സബ്ജക്റ്റായി എടുത്ത് പഠിച്ചിരിക്കണം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് യാന്ത്രിക്കിൽ 2024 യാന്ത്രിക് വേക്കൻസികൾ എന്ന് പറയുന്നത് 60 ഒഴിവുകളാണ്. ഇതിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് വിത്ത് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ എക്സാം സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഒരു റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളെ ഫിസിക്കൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രോസസ്സ് വരിക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും.